മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കൊരു ഓർമ്മ വരുന്നു. കാരണം ഇതേ അതെനിക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു, കഴിച്ചിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു, കണ്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു, അങ്ങനെ വേണം പറയാൻ. അപ്പം ഇത് ഇത്രേ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അവലപ്പം മാവ് ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി കുറച്ച് അവിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ള ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനല്ല, അച്ഛനും അമ്മയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അതിക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നോക്കണോ? ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാം. അമ്മയ്ക്ക് ശരിക്കും ഇത് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അമ്മയ്ക്ക് ശരിക്കും അമ്മയ്ക്ക് ഇത് അറിഞ്ഞൂടാ. എനിക്ക് തോന്നണത് എന്താണെന്നറിയോ, അവിലുണ്ടാക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഇത്തിരി വെള്ളം എടുക്കണ്ടേ. അവില് ഇളക്കി വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ചീഞ്ചട്ടി വെച്ചിട്ട് അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയണ്ട, അച്ഛന് ഞാൻ കൊടുക്കാട്ടോ. ഇനി എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു. കടുകിടാം കേട്ടോ. കടുകിടാം. ഞങ്ങള് ഫസ്റ്റ് മുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തു കേട്ടോ. എൻ്റെ മേത്തേക്കൊക്കെ തെറിച്ചു. ഞാനല്ലേ വീഡിയോ എടുത്ത് അറിയാതെ തെറിച്ചു പോയി. ഇനി നമുക്ക് ഇത് എന്താ പറയുക, അവില് റെഡിയാക്കി നനച്ച് വെച്ചിട്ടുള്ളത്, ഉപ്പ് കൂട്ടി നനച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇടാം. അതിലേക്ക് ഇടാം കേട്ടോ. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഞങ്ങള് ഫുള്ള് നിറച്ചിട്ട് പച്ചട പോലെ ഫുള്ള് നിറച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇളക്കിയും കൊണ്ടിരിക്കുകയാണേ. ഞങ്ങൾക്ക് ഇപ്പം എല്ലാം കൂടി ഇളക്കിയിട്ട് ഇങ്ങനെ അവിലുപ്പുമാവ് ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടോ അച്ഛാ? കഴിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ പറയണത് ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കണത്. തേങ്ങ ഞാൻ ഇത്തിരി എടുത്ത് കഴിക്കണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ വീഡിയോ അല്ലേ വിചാരിച്ചിട്ട് കഴിക്കാറുണ്ട്. ഓ മോനെ ചീനിപ്പി അവനെ ഇളക്കി കൊടുക്കുകയാണ്. എല്ലാം കൂടി എനിക്ക് ഏറ്റവും നല്ല പേടിയുള്ള ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം ആ കുരുമുളക്. അതാണ് എനിക്ക് ഉള്ളിച്ചമ്മന്തിയിലൊക്കെ കുരുമുളക് ഇടുമ്പോൾ അച്ഛനും മുത്തശ്ശിയും മാത്രമേ കുരുമുളക് ഉള്ളിച്ചമ്മന്തിയിലിടുള്ളൂ. അപ്പോൾ അങ്ങനെ അവിലുപ്പുമാവ് റെഡി. മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കൊരു ഓർമ്മ വരുന്നു. കാരണം ഇതേ അതെനിക്ക്
ഉള്ള പോലെ എനിക്ക് തോന്നുന്നു, കഴിച്ചിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു, കണ്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞു, അങ്ങനത്തെ ഒരു അവസ്ഥ. എനിക്ക് ആദ്യം കിട്ടും ഇത്ര പെട്ടെന്നൊന്ന് അങ്ങോട്ട് ഉണ്ടാക്കി തരില്ല. അല്ലച്ച ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുക എണിച്ചാൽ കുറേ നേരം എടുക്കും, വെറും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുക എണിച്ചാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അടുത്ത ഒരു വീഡിയോ കാണുന്നവരേക്കും ബായ്. അപ്പോൾ ബൈ.